ബോസ് ഹൗസിൽ നമുക്കറിയാം എന്തായാലും വിചാരിച്ച 11 ആൾക്കാരാണ് എന്തായാലും നോമിനേഷനിലുള്ളത്. അവർക്ക് വേണ്ടിയുള്ള വോട്ടിംഗ് കാര്യങ്ങളൊക്കെ എന്തായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു ദിവസം കൂടിയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടിയുള്ള വോട്ടും കാര്യങ്ങളും എല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാര്യം നമുക്കറിയാം എന്തായാലും പോകുന്നതും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അതായത് അവർ ഇനി അവിടെയുള്ള നിലനിൽപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന പുറത്തുനിന്നുള്ള ഓഡിയൻസിന്റെ വോട്ടിങ് കാര്യങ്ങളും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയായിരിക്കും. സോ അപ്പൊ അതിന്റെ രീതിയിൽ നിങ്ങളും എത്രയും പെട്ടെന്ന് വോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മളെന്തായാലും ഇപ്പൊ നോക്കാൻ പോകുന്ന ഈ പറയുന്ന 11 ആൾക്കാരെ വോട്ടിങ്ങിന്റെ സ്റ്റാറ്റസ്, അതായത് ഇതുവരെയുള്ളതിനകത്ത് വെച്ച് ആരാണ് ഇപ്പോൾ 11ാം സ്ഥാനത്ത് അല്ലെങ്കിൽ ആരാണ് ഇപ്പോൾ 1ാം സ്ഥാനത്ത് എന്നൊക്കെയാണ് നമ്മളെന്തായാലും ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഈ പറയുന്ന 11 ആൾക്കാരിനകത്ത് ഇപ്പോൾ ഏറ്റവും കുറവോട്ട്, അതായത് ഈ പറയുന്ന 11ാം സ്ഥാനത്ത് നിൽക്കുന്ന ആരാണെന്ന് നോക്കി കഴിഞ്ഞാൽ അഭിലാഷ് അഭിശ്രീയാണ്. നമുക്കറിയാം ആദ്യത്തെ ഒരു 1-2 ആഴ്ചകൾ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നല്ല രീതിയിൽ സ്ക്രീൻ സ്പേസും കാര്യങ്ങളും എല്ലാം പിടിച്ചെടുക്കാൻ പറ്റിയ ഒരാൾ തന്നെയാണ് ഈ പറയുന്ന അഭിലാഷ് അഭിശ്രീ. പിന്നെ പോകെ വളരെയധികം അദ്ദേഹത്തിന്റെ ഗ്രാഫ് താഴോട്ടാണ് പോയിട്ടുള്ളത്. അതായത് ഇപ്പം അധികം മെയിൻ രീതിയിലൊരു ഈ പറയുന്ന കാണുന്ന ഓഡിയൻസിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു പെർഫോമൻസോ കാര്യങ്ങളൊന്നും ഈ പറയുന്ന അഭിലാഷ് അഭിശ്രീക്ക് അവിടെ കാഴ്ചവെക്കാൻ എന്തെങ്കിലും പറ്റുന്നില്ല. പിന്നെ 10ാം സ്ഥാനത്ത് ബിന്നിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാം കുറച്ച് കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടന്റ് ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ പറയുന്ന ബിന്നിയും കുറച്ച് ഡൗൺ ആണ്. ഈ പറയുന്ന കുത്തിത്തിരിപ്പ് ആൾക്കാർ പറഞ്ഞ് ഈ പറയുന്ന ബിന്നിക്ക് അതിൽ നിന്ന് വേറൊരു ട്രാക്കിലേക്ക് മാറ്റിപ്പിടിക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും എല്ലാം ബിന്നിയുടെ സൈഡിൽ നിന്ന് കുറച്ച് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം അത് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ നിന്ന് മാറിയിട്ടെന്നാലും വേറെ രീതിയിൽ കളിച്ച് നോക്കാം എന്നുള്ള രീതിയിൽ കളിക്കുമ്പോഴത്തേക്കും പലർക്കും അവിടെ നിൽക്കാൻ പറ്റാറില്ല, അല്ലെങ്കിൽ അപ്പോഴത്തേക്കും ആൾക്കാർ ഈ പറയുന്ന ഓഡിയൻസുമായിട്ടൊരു ഡിസ്കണക്ട് ആവാറുണ്ട്. സോ അത് തന്നെയായിരിക്കും ഒരു പക്ഷേ ബിന്നിക്കും സംഭവിച്ചത്. എന്നാലും വോട്ട് വളരെ കുറവാണ് ബിന്നിക്ക്. പിന്നെ 9ാം സ്ഥാനത്ത് ആദിലയാണ്. നമുക്കറിയാം കുറച്ച് നാളുകളായിട്ട് ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് മോഡലേക്ക് എന്തായാലും പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് ഈ പറയുന്ന ആദില. സോ ഈ പറയുന്ന ഓഡിയൻസിന്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടും നിലവിൽ ഇപ്പം നല്ല കുറവാണ്. പിന്നെ 8ാം സ്ഥാനത്തുള്ള സാബുമാനാണ്. അധികമൊന്നും അവിടെ ബിഗ് ബോസ് ഹൗസിൽ അത് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഈ പറയുന്ന പുറത്ത് എന്തായാലും നല്ല രീതിയിലൊരു സപ്പോർട്ടും കാര്യങ്ങളും ഈ പറയുന്ന സാബുമാൻ എന്തായാലും കിട്ടുന്നുണ്ട് എന്നാലും നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. നല്ല രീതിയിൽ വോട്ടിങ് കാര്യങ്ങളും എല്ലാം സാബുമാൻ എന്തായാലും കയറുന്നുണ്ട്. 7ാം സ്ഥാനത്ത് എന്തായാലും അക്ബറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്ലാങ്ങും പിന്നെ ഈ പറയുന്ന കുറച്ച് റഫായിട്ടുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഈ പറയുന്ന ഓഡിയൻസിന് അത്രത്തോളം അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ അതിനുള്ള എല്ലാവിധ സാധ്യതകളുള്ള ഒരു പ്ലെയർ തന്നെയാണ് ഈ പറയുന്ന അക്ബർ. പിന്നെ അദ്ദേഹത്തിൻ്റെ നാവാണ് ഒരു പ്രശ്നമായിട്ട് പലപ്പോഴും വരുന്നതായിട്ടാണ് ബസ്സിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ 6ാം സ്ഥാനത്തിലും ആര്യനാണ്. ഈ പറയുന്ന 6 തൊട്ട് അങ്ങോട്ട് ഒരുവിധം കുറച്ച് സേവ് ആണ്, അല്ലെങ്കിൽ ഒരു സേഫ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ആര്യന് നല്ല രീതിയിൽ എന്തായാലും സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ വോട്ട് കിട്ടുന്നുണ്ട്. പിന്നെ 5ാം സ്ഥാനത്ത് ജിഷിനാണ്. പിന്നെ 4ാം സ്ഥാനത്ത് ജിസൈൽ. 3ാം സ്ഥാനത്ത് ഷാനവാസ്. അതായത് ഷാനവാസ് എന്ന് ശരിക്കും പറഞ്ഞാൽ 1ഉം 2ഉം സ്ഥാനത്ത് കിടന്ന് കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഇപ്പോൾ ആദ്യത്തെ ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ. ഇപ്പം എന്തായാലും ലക്ഷ്മി എന്തായാലും ഈ പറയുന്ന ഷാനവാസിനെ പിന്തള്ളി എന്തായാലും 2ാം സ്ഥാനത്തേക്ക് എന്തായാലും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതായത് നല്ല രീതിയിലൊരു സപ്പോർട്ട് ഈ പറയുന്ന ലക്ഷ്മിക്കുണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം തുടങ്ങി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ 1ാം സ്ഥാനത്ത് ഇത് 1 ആൻഡ് ഓൺലി അനീഷാണ്, കോമണറാണ്. സോ ഇത്തരത്തിലുള്ള ഡാറ്റയും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നു. പക്ഷെ ഇതൊന്നും ഒരിക്കലും ഈ പറയുന്ന ഏഷ്യാൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ സൈഡിൽ നിന്നൊന്നും നമുക്ക് ഡയറക്റ്റ് ലഭിക്കുന്ന, അതായത് ഒഫീഷ്യലി അവരുടെ സൈഡിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റയോ കാര്യങ്ങളൊന്നും അല്ല. ഇത്തരത്തിൽ പല പ്ലാറ്റ്ഫോംസിലൂടെ അൺഒഫീഷ്യലായിട്ട് കിടന്ന് കറങ്ങുന്ന ന്യൂസ് അല്ലെങ്കിൽ ഡാറ്റാസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു വീഡിയോ ആണത്. നമ്മളുടെ വീഡിയോസ് ഇതിന് മുന്നേ കാണുന്നവർക്കറിയാം നമ്മൾ ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൻ്റെ സൈഡിൽ നിന്ന് പുറത്ത് വിടുന്നതിന് മുന്നേ ആരാണ് പുറത്ത് പോയത്, അല്ലെങ്കിൽ അതുപോലത്തെ പല കാര്യങ്ങളും നമ്മുടെ ചാനലിലൂടെയൊക്കെ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അതിലൊരു പരിധി ശരിയായിട്ടുള്ളതാണ്. അതൊന്നും ഒരിക്കലും ഈ പറയുന്ന നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഡാറ്റയോ കാര്യങ്ങളൊന്നും അല്ല. അതായത് ആ ഹൗസിൽ നടക്കുന്ന പല കാര്യങ്ങളും ഈ പറയുന്ന അവരുടെ സൈഡിൽ നിന്ന് ഇത്തരത്തിൽ ചാനലിലൂടെയൊക്കെ പുറത്ത് വിടുന്നതിന് മുന്നേ തന്നെ ഡാറ്റാസ് ഒക്കെ പല ആൾക്കാർ വഴി ഒന്നാലും പുറത്തേക്ക് പോകാറുണ്ട്. അത് ആര് വഴിയാണെന്നൊന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയില്ല, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അറിയില്ല. പക്ഷെ എന്തായാലും അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തായാലും വീഡിയോസ് ഒക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ രീതിയിലുള്ള വീഡിയോസും അപ്ഡേറ്റ്സും സിനിമ റിലേറ്റഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്.